ഇല്ലായിരുന്നു. ഇന്ന് മഴ വന്നല്ലോ. വേറൊരാള് വേറെ കമന്റ് പറഞ്ഞു, ഒരു കൊട കയ്യിൽ പിടിച്ചുകൂടായിരുന്നു. എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അകത്തുനിന്ന് ഉമ്മയുണ്ടൊരു തോർത്തുമുണ്ടും കൊണ്ടുവരുന്നു. ഉമ്മാക്ക് കമന്റ് ഒന്നും പറയാനില്ല. പൊന്നുമോനെ അടുത്തു പിടിച്ച് തല തുടച്ചു കൊടുക്കുകയാണ്. അത് മാതാവിന്റെ സ്നേഹമാണ്. അതാണ് മാതാവിന്റെ സ്നേഹം. പ്രായോഗികമായി കുഞ്ഞിനു വേണ്ടി ജീവിക്കുന്നത് മാതാവാണ്. അപ്പോൾ നമ്മൾ എത്ര വലുതായാലും നമ്മുടെ ഉമ്മയുടെ മുമ്പിൽ നമ്മൾ കുട്ടിയാണ്. ഉമ്മാന്റെ കരുണയുടെ വർഷമില്ലാതെ നമുക്ക് വിജയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരാ, വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. ഇബ്നു സിരീൻ റഹ്മത്തുള്ളാഹി അലൈഹി ആരാണ്? താബിഈങ്ങളിൽപ്പെട്ട മഹാനല്ലേ. സ്വപ്ന വ്യാഖ്യാന ലോകത്തെ വലിയ മഹാനാണ്. ആരാധന കൊണ്ട് വളരെ പ്രസിദ്ധനായ മഹാനാണ്. ആത്മീയ ചക്രവാളത്തിലെ വലിയ ഗുരുവാണ്. ഇബ്നു സിരീൻ തങ്ങളുടെ വരവാണ് ബസറയിൽ ആത്മീയമായ കരുത്ത് നൽകിയത്. മഹാനായ ഇബ്നു സിരീൻ തങ്ങൾ വലിയ സൂക്ഷ്മതയുള്ളയാളാണ്, വളരെ വറഉള്ള ആളാണ്. ആ ഇബ്നു സിരീൻ റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നു സിരീൻ റഹ്മത്തുള്ളാഹി അലൈഹിയാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സേവനം ചെയ്ത അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയുടെ ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകിയ മഹാനാണ് ഇബ്നു സിരീൻ, മുഹമ്മദ് ഇബ്നു സിരീൻ റഹ്മത്തുള്ളാഹി അലൈഹി. വലിയ സൂക്ഷ്മതയുള്ള ആളാണ്, വലിയ മഹത്വമുള്ള ആളാണ്. ആരാധന കൊണ്ട് വളരെയേറെ ശ്രദ്ധയാകർഷിച്ച മഹാനാണ്. സ്വപ്ന വ്യാഖ്യാനമെന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ നൂറിൽ നിന്ന് വ്യാഖ്യാനം പറഞ്ഞ മഹാനാണ്. മഹാനവറുകളെ കുറിച്ച് മാത്രം ഒരു ദിവസം വഅദ് പറയാൻ മാത്രം വിശാലമായ ചരിത്രമുള്ള മഹാനാണ്. പ്രിയമുള്ളവരെ, ആ മഹാനായ ഇബ്നു സിരീൻ ഉമ്മയോട് വളരെ താഴ്ന്ന സ്വരത്തിലേ സംസാരിക്കൂ. കണ്ടാൽ തോന്നിപ്പോകും ഇദ്ദേഹം രോഗിയാണോ. ഉമ്മാന്റെ മുമ്പിൽ വളരെ വിനയത്തോടെ നിൽക്കുന്നുള്ളൂ. കാരണം വലിയ ഭയമാണ്. എന്തെങ്കിലും ഒരു അദബുകേട് ഉമ്മാന്റെ അടുക്കൽ വന്നു പോയാൽ എന്റെ ജീവിതം പോയല്ലോ എന്ന് ചിന്തിച്ച മഹാനായ ഇബ്നു സിരീൻ റഹ്മത്തുള്ളാഹി അലൈഹി. നമ്മളൊക്കെ വലിയ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഉമ്മ ചോദിക്കും, മോനെ എന്താ ഇപ്പോ ഇത്? ഉമ്മാക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന വിഷയമൊന്നും ആയിരിക്കില്ല. അപ്പൊ ചില മക്കൾ പറയും, ഒന്നും മിണ്ടാതിരുന്നതല്ല, ഒന്നും മിണ്ടാതിരിക്കൂ. അപ്പോഴേക്ക് ആ ഉമ്മാന്റെ മനസ്സ് വേദനിച്ചു പോയി. ഒരിക്കലും നിന്നിൽ നിന്ന് അങ്ങനെ ഒരു വർത്തമാനം ഉണ്ടാകാൻ പാടില്ല. മോനെ, അതവില്ലാത്ത ഒരു പ്രയോഗവും ഉമ്മയോട് നടത്താൻ പാടില്ല. ഉമ്മയുടെ മനസ്സ് നൊമ്പരപ്പെടുത്തുന്ന ഒരു പ്രയോഗവും പറ്റൂല്ല. നിയമങ്ങൾക്ക് മുഴുവനും അപ്പുറമാണ് ഉമ്മ എന്ന അധ്യായം. ചിലപ്പോ നിന്റെ അടുക്കൽ ന്യായമുണ്ടാകാം, ഉമ്മാന്റെ അടുക്കൽ ആ വിഷയത്തിൽ ന്യായമായില്ലെന്നും വരാം. എന്നാലും നീ എവിടെ നിയമത്തിന്റെ വടിയെടുക്കാൻ അധികാരമില്ല. സാവധാനം ഉമ്മാനെ ഒന്ന് ബോധ്യപ്പെടുത്തുകയല്ലാതെ നീ എവിടെ നിയമത്തിന്റെ വടിയെടുക്കാൻ പറ്റില്ല. നിയമത്തിനപ്പുറമാണ് ഉമ്മ. നീ പോകണ്ട മോനെ, ഞാൻ എന്തായാലും ഇപ്പൊ പോകുന്ന ഉമ്മയോട് പറയാൻ പാടില്ല. അപ്പം മിണ്ടാതെ അവിടെ നിൽക്കണം. കുറച്ചു കഴിയുമ്പോ ഉമ്മാനോട് പോയി പറയണം. ഉമ്മ, അവിടെ രണ്ടാള് കാത്തു നിൽക്കും, ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞിരുന്നു. വേറൊരു സ്ഥലത്ത് ഇന്ന പ്രോഗ്രാമുണ്ട്, അവിടെ എത്താമെന്ന് അറിയിച്ചിരുന്നു. അങ്ങനെയെല്ലാം മെല്ലെ ഉമ്മാനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമ്പോൾ കാരുണ്യത്തിന്റെ മനസ്സ് ഉമ്മയിൽ നിന്ന് പ്രവഹിക്കുകയാണ്. അല്ലാഹു മോനെ കാത്തുരക്ഷിക്കട്ടെ. പ്രാർത്ഥന
പ്രാർത്ഥനയോടെ മകനെ പറഞ്ഞു വിടാനുള്ള ഉമ്മയുണ്ടാകും. ഇതല്ലേ മോനെ ഞാനും നീയും പരിശീലിക്കേണ്ടത്. കാരണം ഉമ്മ എന്ന അധ്യായം അത്രയും ഉന്നതമാണ്. അല്ലാതെ എനിക്കും നിനക്കും നിയമത്തിന്റെ വടി പ്രയോഗിക്കാനുള്ള സ്ഥലമല്ല. ഉമ്മ എന്ന് പറഞ്ഞാൽ, ഉസ്താദ് എന്ന് പറഞ്ഞാൽ നിയമത്തിന്റെ വടിയെടുക്കേണ്ട സ്ഥലമല്ല, അനുസരണയോടെ നിൽക്കേണ്ട സ്ഥലമാണ്. ചെയ്യാത്തൊരു കുറ്റത്തിന് ഉസ്താദ് വന്നടിച്ചു, എന്താ മൂല്യരെ? അല്ലെങ്കിൽ ഉസ്താദിനോട് അനിഷ്ടമുള്ള ഒരു പ്രയോഗവും നടത്തരുത്. അടിയൊക്കെ കഴിഞ്ഞ് ഉസ്താദ് പോയപ്പോ മെല്ലെ ഉസ്താദിന്റെ അടുത്ത് ചെന്നിട്ടുണ്ട്, ഉസ്താദ് ഞാനത് ചെയ്തിരുന്നില്ല. അപ്പോഴേ ഉസ്താദിന് നല്ലൊരു പ്രാർത്ഥന കിട്ടും. ഇന്നതൊക്കെ പോയി. ഇന്ന് മദ്രസയിൽ പഠിക്കുന്ന കുട്ടിയെ പാഠം പഠിക്കാത്തതിന്റെ പേരിൽ അടിച്ചാൽ ആ ഉസ്താദിനെ ഗരാവോ ചെയ്യാനും കാണിച്ചു കൊടുക്കാമെന്ന് പറയാനും മദ്രസ തന്നെ ഇവിടെ വേണ്ട എന്ന് പറയാനും ധിക്കാരികളായ ആളുകൾ ഇറങ്ങിയ ഒരു കാലമാണ്. അതുമാത്രമല്ല, കുട്ടിയെ അടിച്ചാൽ കുട്ടിയും പറയും ഒന്നോടൊന്ന് തല്ലിയ മൊയ്യാരെ ഞാൻ ചാനലുകാരനെ വിളിക്കും. ഈ നിലയിലേക്ക് എത്തിപ്പോയില്ലേ ഇന്നത്തെ സാമൂഹിക ഘടന? അനുസരണയുള്ള ലോകം മാറിയില്ലേ? അതുകൊണ്ട് നാം അറിയേണ്ടത്, ഉമ്മയും ഉസ്താദുമെന്ന് പറഞ്ഞാൽ അത് നിയമത്തിന്റെ ലോകമല്ല, അത് അനുസരണയുടെ ലോകമാണ്. ഉമ്മ എന്ന് പറഞ്ഞാൽ മുരിയാരെ എന്റെ ഭാഗത്തല്ലേ ന്യായം, ഉമ്മ അന്യായമല്ലേ ചെയ്തത്, അങ്ങനെ നീ പറയേണ്ടി വരരുത് കേട്ടോ. ഒട്ടുമിക്ക ചെറുപ്പക്കാരും വഞ്ചനയുടെ വലയിൽ വീഴുന്നത് ഭാര്യമാർ തിരിപ്പിക്കുന്നതിന്റെ പേരിലാണ്. പ്രിയമുള്ള പെങ്ങളെ, നിന്റെ ഭർത്താവിന്റെ സ്വർഗം നഷ്ടപ്പെടുത്തുന്ന പണി എടുക്കല്ലേ മോളെ. നമ്മുടെ സുഖസൗകര്യ ജീവിതത്തിന് ഭർത്താവിന്റെ ഉമ്മ ഭാരം എന്ന് ചിന്തിക്കുന്ന ഒരു പെണ്ണുമുണ്ടാകാൻ പാടില്ല. നിന്റെ ഭർത്താവിന് കാലാകാലം നരകം നേടിക്കൊടുക്കാൻ പറ്റുന്നതാണ് ഉമ്മാന്റെ കോപം. അപ്പൊ നീ